കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിലേക്ക് ഇനിയില്ല എന്ന് ജാതി വിവേചനം നേരിട്ടെന്ന് പരാതി ഉന്നയിച്ച ബാലു. ഇക്കാര്യം അറിയിച്ച് ദേവസ്വം അധികൃതർക്ക് കത്ത് നൽകും. തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയതെന്നും ബാലു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇനി അങ്ങോട്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ഡ്രസ്സിലേക്ക് ഇനി അങ്ങോട്ട് പറയാൻ താല്പര്യമില്ല. നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഓഫീസ് അറ്റൻഡന്റ് ആണെങ്കിൽ തുടരാം, ജോലി തുടരാം. ഇനിയിപ്പോ ദേവസ്വത്തിന് എന്താ അറിയിച്ചിട്ടുള്ളത്? ദേവസ്വത്തിന്റെ ഈ നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. ഇതിന്റെ നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. തൽക്കാലം ഇതിൽ തീരുമാനവാദം ഇങ്ങോട്ടേക്കില്ല. ഇല്ല. ഓക്കെ. വിശദാംശങ്ങളുമായി MS ലിഷോയ് നമുക്കൊപ്പം ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇനി ഈ ജോലിയിലേക്കില്ല എന്നാണല്ലോ പറയുന്നത് ബാലു. വിശദാംശങ്ങൾ എന്താണ് ലിഷോയ്? ബാലുവിന് കഴകം വിഭാഗത്തിലാണ്, അതായത് കഴകം ജോലിക്ക് വേണ്ടിയാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധങ്ങളെ തുടർന്നും മറ്റ് ചില പ്രശ്നങ്ങളെ തുടർന്നുമെല്ലാം തന്നെ ആ ജോലിയിൽ നിന്ന് ദേവസ്വം ബോർഡ് തന്നെ താൽക്കാലികമായി വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്നെല്ലാം തന്നെ ഈ ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചത് ഈ ബാലുവിനെ കഴകം ജോലിയിൽ തന്നെ തിരികെ പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ വിവാദമായ ഒരു സാഹചര്യത്തിൽ താൻ ഇനി കഴകം ജോലിക്ക് വേണ്ടി വരുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് ബാലു അറിയിച്ചിരിക്കുന്നത്. അത് ദേവസ്വം ഭാരവാഹികളെ ഇന്ന് രേഖാമൂലം അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഈ നേരത്തെ സ്ഥലം മാറ്റിയ ഉത്തരവിൽ അതായത് ഈ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി സ്ഥലം മാറ്റുന്നു എന്നുള്ള ഒരു ഉത്തരവിൽ അതിൽ കൃത്യമായി തന്ത്രിമാരുടെ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് കഴകം ജോലിയിൽ നിന്നും നിലവിൽ മാറ്റുന്നത്, ഈ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മാറ്റുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ബാലുവിനെ രേഖാമൂലം ദേവസ്വം അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ ജോലിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ മാറി നിൽക്കാം, ഇനി തിരികെ കഴകം ജോലിയിലേക്ക് വരുന്നില്ല എന്ന ഒരു നിലപാട് ബാലു എടുത്തിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ഭാരവാഹികൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാലുവിന്റെ നിലപാട് രേഖാമൂലം ലഭിക്കുകയാണെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് നിലവിൽ ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ശരി ലിഷോയ്.